അപ്പം ഞാൻ വണ്ടിയിലിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സാധാരണ എല്ലായിടത്തും സെൽഫ് ഡ്രൈവ് ചെയ്താൽ പോകാറ്. കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്തില്ല. അപ്പോൾ ബിനീഷ് വന്നതുകൊണ്ട് ബിനീഷിൻ്റെ വണ്ടി ഞാൻ കയറിയിരുന്നു. അപ്പോൾ എനിക്കൊരു കംഫർട്ടുള്ള ഒരാളും വേണം സംസാരിച്ച് പോകാൻ വേണ്ടി, ഷെയർ ചെയ്ത് പോകാൻ വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പറഞ്ഞു, പോയി ഇനിയൊന്നും ചെയ്യാനില്ല, ചേട്ടൻ ഔദ്യോഗികമായിട്ടും അവരെ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെ അറിയിക്കും എന്നുള്ളതാണ് കാര്യം. സുധിച്ചേട്ടൻ എപ്പോഴും ഷൂട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പോയി നേരെ വിളിക്കും, ഭാര്യ വിളിച്ചിട്ടുണ്ട്, മകൻ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് വിളിച്ച് ഞാൻ എങ്ങനെ പറയും? അപ്പോൾ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ കൈയൊക്കെ കുറച്ച് വിറച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന്. അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ പോയിക്കൊണ്ടിരിക്കുക. കൊടുങ്ങല്ലൂരായിരുന്നു, ഹോസ്പിറ്റലിലാണ് സുധിയുള്ള ആ സമയത്ത്. ഞാൻ പോകുന്ന സമയത്ത് കോൾ ചെയ്യുന്നു. അപ്പോൾ ആദ്യം രേണു തന്നെ എടുക്കുന്നതെന്ന് തോന്നുന്നു. രേണു തന്നെ എടുത്ത്. അപ്പോൾ രേണു എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, സുധിക്കാനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, കുഴപ്പമുണ്ടല്ലോ, ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവാണ്, ബാക്കി കാര്യങ്ങൾ അറിയിക്കാം, കുറച്ച് ക്രിട്ടിക്കലാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ അതിനുശേഷം അവർ പെട്ടെന്ന് പേടിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അവിടെ പോയിട്ട് എല്ലാം ടേക്ക് കെയർ ചെയ്തതിന് ശേഷം വിളിക്കാം. പക്ഷേ എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നില്ല. മരിച്ചു പോയെന്നൊക്കെ ഇങ്ങനെ ഇത്രയും വെളുപ്പാങ്കാലത്തൊക്കെ പറയാൻ പറ്റുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ആരെങ്കിലും അടുത്ത് ഉള്ള ആൾക്കാരെ അസൈൻ ചെയ്ത് ഡയറക്റ്റ് പോയി പറയാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ആരെയും ആക്സസിബിൾ ആയിട്ടില്ല. ആ സമയത്ത് ഐശ്വര്യ ഉണ്ടായിരുന്നു, നമ്മുടെ സ്റ്റാർ മാജിക്കിൽ. ഐശ്വര്യ കുറച്ച് ഓടി എത്തുന്നത് കൊണ്ട് അതൊരു കുറച്ച് ബുദ്ധിമുട്ടായി എനിക്ക് തോന്നി. അപ്പോൾ ആർക്കും വീട് അറിഞ്ഞൂടാ കറക്റ്റ്. അതിനുശേഷം രണ്ടാമത് ഞാൻ കോൾ എടുക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ മകനെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ പോയടാന്ന് പറഞ്ഞു. അപ്പോൾ അവനാദ്യം ചോദിച്ചു, ചേട്ടാ അച്ഛൻ എന്താ പറ്റുക? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായി, അച്ഛൻ പോയി. ഒന്നും എനിക്ക് പെട്ടെന്ന് എങ്ങനെയാണത് അവതരിപ്പിക്കേണ്ടതെന്ന് പോലും ഞാൻ മറന്നുപോയി. കാരണം എൻ്റെ വീട്ടിൽ ഒരാളുടെ അടുത്ത് അവതരിക്കുന്ന പോലെ എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തു. അപ്പോൾ അവൻ്റെ ഒരു കരച്ചിൽ ഇപ്പോഴും ഉണ്ട്, എനിക്കിപ്പോഴും ചെവിയിൽ കേൾക്കാം. അവൻ രാവിലെ എഴുന്നേറ്റിട്ടുള്ളൂ. കാരണം അവന് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അച്ഛനായിട്ട്. എനിക്ക് ആരൊക്കെയോ എൻ്റെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, തൊട്ടടുത്തുള്ള ആൾക്കാർ ആരൊക്കെയോ കുറേ നേരം, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് എന്തൊക്കെയോ നടന്ന് എനിക്ക് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അത്രയും വികാരഭരിതമായിട്ടുള്ളൊരു സമയമായിരുന്നു ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ അവിടെ എത്തുന്നു. എത്തിയപ്പോഴും ശ്രീകണ്ഠൻ സാറൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നു, ഡോക്ടേഴ്സായിട്ട് സംസാരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം പലരും കേട്ടിട്ടുള്ള ഇതാണ്, ആക്സിഡൻറ്റ് സംഭവിച്ചു ഇങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞ് രേണു എന്നെ വിളിക്കുന്നു, ചേട്ടാ എന്താ സംഭവിച്ചത്? ഞങ്ങൾക്ക് ആരുമില്ല, ഇനിയിപ്പോൾ എന്താ? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലെത്തും, എത്തിയതിന് ശേഷം പറയാം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആക്ച്വലി അവരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ പാടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഐശ്വര്യനെ അവരെ വീട്ടിലേക്ക് എത്തിക്കുന്നു, അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറയുന്നു. നെക്സ്റ്റ് എന്താന്ന് ഒരു കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ കിച്ചുവാണ് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കിച്ചുവിനെ എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. കിച്ചു അത്രയ്ക്കും അച്ഛനായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. കാര്യം ഷൂട്ടിനൊക്കെ വരുമ്പോൾ മിക്ക സമയത്തും കിച്ചു ഉണ്ടാവും. ഫ്ലോറിലേക്ക് വന്നില്ലെങ്കിൽ പോലും ട്രാവൽ ചെയ്യുന്നതും ഈ അവസാന നാളുകളിലൊക്കെ സൂചിച്ചാടിൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത് വന്നിരുന്നു കിച്ചുവായിരുന്നു. അപ്പോൾ അവനിങ്ങനെ സംസാരിക്കേണ്ട, ഇനി ഞാൻ എന്ത് ചെയ്യും ചേട്ടാന്ന് ചോദിച്ചിട്ട് നമുക്ക് ആ സമയത്ത് റിപ്ലൈ ഇല്ല പലതിനും. നമ്മൾ തന്നെ ഒരു പ്രോഗ്രാമിന് വിട്ടിട്ട്, കമ്പനി പ്രോഗ്രാം തന്നെയാണല്ലോ, അപ്പോൾ നമ്മളതിൻ്റെ റെസ്പോൺസിബിളാണ്. അവരെ ടേക്ക് കെയർ ചെയ്യേണ്ട ജോലി നമ്മുടെയാണ്. അതിലൂടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എത്ര ഡീപ്പാണത്. എനിക്കത് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു ഇൻസിഡൻ്റ്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഓർത്തെടുക്കാതെ തന്നെ പറയാൻ പറ്റുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കയറി കാണുന്നു. അപ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നു. എല്ലാം അതിൻ്റേതായ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് വരുന്നു, കാണുന്നു. ഞാൻ നേരെ അതിനുശേഷം എന്നെ ഡോക്ടർ പറയുന്നു കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണണമെന്ന് പറഞ്ഞു. കണ്ട് അപ്പോൾ മോർച്ചറിയിലായിരുന്നു, കയറുന്നു. മോർച്ചറിയിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് മാറ്റിയിരുന്നു. അതൊക്കെ പെട്ടെന്നായിരുന്നു. അപ്പോൾ
ഇല്ല, നമ്മളത് 2 ദിവസം മുമ്പ് കണ്ട അതേപോലെ തന്നെ ഒരാൾ കിടക്കുന്നു. എനിക്ക് ആക്ച്വലി അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിനീഷാണ് എന്നെ പിന്നെ ചേർത്ത് പിടിച്ച് പുറത്ത് കൊണ്ടുപോയത്. ആം, ഇപ്പോഴും ആ സിറ്റുവേഷൻ എൻ്റെ മനസ്സിലുണ്ട്, കണ്ണിലുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഈ ഒരു ഡേറ്റ് ഒക്കെ വരുമ്പോഴും നമ്മളിപ്പോഴും ആ ഒരു മെമ്മറീസിലേക്ക് ഇപ്പോഴും പോകും. ആം, അത് ഒരു ഇതാണ്, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒരാൾ പോയൊരു ഫീലാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ക്ലോസ്ലി അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, അതൊരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബേസിലായിരുന്നില്ല. എല്ലാവരും ഒരു ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ അതിപ്പോഴും മെമ്മറിയിലുണ്ട്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു ചെറിയ കണ്ണീര് വരാതെ എനിക്കത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സോറി. ദാറ്റ്സ് ഓക്കെ. സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഷോയിൽ സുധിച്ചേട്ടനെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ചോദിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല അല്ലേ? അപ്പം അനൂപുമായിട്ടുള്ള ബന്ധവും നന്നായിട്ട് അറിയാം. നിങ്ങൾ തമ്മിലുള്ള ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിയാലിറ്റി ഫേസ് ചെയ്യണം അല്ലേ അനൂപ്? അനൂപ് ഒരു ഷോ ഡയറക്ടറും കൂടിയാണ്. ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്നത് പോലെ. പക്ഷെ നമുക്ക് ഭയങ്കര ഹാർഡാണ് ആ സമയത്തൊക്കെ. ഇത്രയും നമ്മൾ സ്വന്തം ചേട്ടൻ മരിച്ച ഫീൽ ആയിരുന്നു അനൂപിന്. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് ഷോ പോവാൻ വേണം. അപ്പോൾ ആ ഒരു ഹാർഡ് സിറ്റുവേഷൻ എങ്ങനെ നിങ്ങൾ പിന്നെ അത് ഷൂട്ട് ചെയ്തത്? ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് എങ്ങനെ അനൂപ് അതിൻ്റെ ഒരു ക്യാപ്റ്റൻസി എടുത്ത് അതിനെ ലീഡ് ചെയ്ത് അതെങ്ങനെ നിങ്ങളതന്നവിടെ ചെയ്യാൻ പറ്റി നിങ്ങൾക്ക്? അത് ചെയ്യാൻ നമ്മുടെ ടീം തന്നെയാണ് സഹായിച്ചത്. എല്ലാവരും ഒരു കുടക്കീഴിൽ നിന്നു, എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു. ഞങ്ങൾ ആ എപ്പിസോഡ്, അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് എപ്പിസോഡ് ഭയങ്കര ഷൂട്ടാണെന്നല്ല എനിക്ക് തോന്നിയത്. നമ്മളൊരു വീട്ടിലൊരു മരണത്തിന് ശേഷം അടുത്ത ദിവസം എല്ലാവരും ഒത്തൊരുമിച്ച് ഇരുന്ന് സംസാരിക്കുമ്പോഴുള്ളൊരു ഫീലായിരുന്നു അത്. പലരും പറഞ്ഞത് നമ്മളത് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഷൂട്ട് ചെയ്താൽ പറ്റൂ നെക്സ്റ്റ് ഡേ. നമ്മളൊരു 1 വീക്ക് 2 വീക്കൊക്കെ ബ്രേക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഷോ പിന്നെയും എപ്പിസോഡ്സ് വരികയാണ്. ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്നു, ഇതൊക്കെ വിറ്റ് പൈസയാക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും ചോദിക്കുന്നു. എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് സ്റ്റാർ മാജിക് അല്ലായിരുന്നു, എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. എൻ്റെ ജോലിയാണ്, എൻ്റെ കമ്മിറ്റ്മെൻ്റാണ്, ഇത് എല്ലാവരും അറിയിക്കണം. ഷോ അടുത്ത ഇതിലേക്ക് പോകണം. അത് വിചാരിച്ചാൽ ഷോ അവിടെ എൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ പാടുപെട്ടാണ് ഷൂട്ട് ചെയ്തത്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരുപാട് ഇട്ടു. പലരും പറഞ്ഞു, ഈവൻ ലക്ഷ്മി വരെ ഭയങ്കര ഇമോഷണലായിട്ടാണ് എപ്പിസോഡ് ചെയ്തത്. പലരും യൂട്യൂബിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയായിരുന്നു അവിടെ ആക്ച്വലി എന്താ ഹാപ്പൻ ചെയ്തത്. കാരണം ബാക്ക് സ്റ്റേജിൽ പോലും ക്യാമറയിൽ ഇരിക്കുന്നതാണെങ്കിലോ അവിടെ പോകുന്ന ആൾക്കാരോ എല്ലാവരും ആ ഒരു ഇമോഷനിൽ കൂടെ പോയതാണ്. കാരണം ഇത്രയധികം ആൾക്കാർ, സുചേട്ടനെ കാണാത്ത ആൾക്കാർ ആ സമയത്ത് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര അടുത്ത ആൾക്കാർ എങ്ങനെയായിരിക്കും ഡെലിവറി ചെയ്തിട്ടുണ്ടായിരിക്കുക. സത്യം. അപ്പോൾ അതിൻ്റെ ബാക്ക് സ്റ്റേജിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അത് വാക്ക് ചെയ്യാനും ഈവൻ വെള്ളം കൊണ്ടുവരുന്ന ആൾ പോലും പ്രൊഡക്ഷൻ ബോയ്സിൻ്റെ മുഖത്ത് വരെ ഉണ്ടായിരുന്നു. ഞങ്ങളെങ്ങനെ ഷൂട്ട് ചെയ്യുന്നു, രാവിലെ വന്ന് നിൽക്കുക, ഞങ്ങൾ ബ്ലാങ്കാണ്, എങ്ങനെ ഷൂട്ട് ചെയ്യും, എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ഒന്നും തലയിൽ വരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്ന പലരും ഇല്ല, അടിമാലി ഇല്ല, സുധി ഇല്ല. അപ്പോൾ ആദ്യം രാവിലെ വരുമ്പോൾ എല്ലാവരും തന്നെ സംഭവിച്ചു. പക്ഷെ ഞങ്ങളത്ര ഓക്കെ ആയിരുന്നില്ല ആ ദിവസങ്ങളിൽ. ഷൂട്ട് കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെയോ അത് മാനേജ് ചെയ്ത് പോയി. അത് എല്ലാവരും കൂടി ഒരു ടീം വർക്കായിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് മാനേജ് ചെയ്ത് അങ്ങോട്ട് പോയി. പക്ഷേ ടെലിവിഷനിൽ വരുമ്പോൾ അതൊന്നും ഒന്നുമല്ല. പലരും പറയും അത് ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുമ്പോഴാണ് എല്ലാവരും അതിൻ്റെ ഡീപ്പിലേക്ക് വരിക. അല്ലെങ്കിൽ ഒരാൾ കരയണുണ്ടെങ്കിൽ പറയും നത്തിങ്, ചുമ്മാ ഇമോഷൻ. അതെ, ആൾക്കാർക്ക് അങ്ങനെ പറയുള്ളല്ലോ. അതിൻ്റെ പിന്നിലൂടെ നിങ്ങൾ അനുഭവിച്ച ആ പെയിനും അതെങ്ങനെ നിങ്ങളിത് ഷോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. അതിന് ഇത്രയും ദിവസത്തെ ഒരു പരിധിക്ക് മുകളിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് എടുക്കാനും പറ്റില്ല. ആ ഒരു റിയാലിറ്റിയും എത്രത്തോളം പെയിൻ എടുത്താണ് ആ ഒന്ന് അവിടെ ലൈറ്റും സൗണ്ടും ചെയ്ത് എല്ലാവരും നിന്നതെന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ അല്ലേ? എന്നിട്ട് ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഔട്ട് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികം അന്ന് വന്ന് കുറേ നെഗറ്റീവ് കമൻ്റ് ആയിരുന്നു. മരണം വിറ്റ് ഈ ചാനൽ കാശുണ്ടാക്കണം,
കാണൂ, പിന്നെ അതിനകത്ത് രേണുവിനെ മോനെ കൊണ്ടുവന്ന ഒരു എപ്പിസോഡിൽ അതെ നിങ്ങൾ. അതെ അതെ അപ്പൊ അതൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ മരണം ഇങ്ങനെ വിറ്റിതാക്കാണ്, ഇത് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അന്നൊക്കെ ഒരുപാട് ആ ചാനലിന് എഗെയിൻസ്റ്റ് പല കമന്റ്സും വന്നതാണ്. ഇത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ വരുമ്പോഴും ഒരു ഷോ ഡയറക്ടറിൻ്റെ ആണ് എഗെയിൻ എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് അല്ലേ? അപ്പൊ അനൂപ് വിചാരിക്കാതെ എന്തൊക്കെയായിരുന്നു അനൂപ് അന്ന് പല പല പലരുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും മറുചോദ്യങ്ങളും ഇതൊക്കെ എങ്ങനെയാണ് അനൂപ് ഫേസ് ചെയ്തത്? അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു സുധിച്ചേട്ടന് പകരം സുധിച്ചേട്ടൻ്റെ രേണുവിനെയും കിച്ചുവിനെയൊക്കെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് പ്രാക്ടിക്കലി അത്ര വർക്കൗട്ടാകാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മളൊരു നെക്സ്റ്റ് എപ്പിസോഡിൽ അവരെ കൊണ്ടുവരാനുള്ളൊരു പ്ലാൻ ചെയ്തത്. അവർക്ക് പിന്നെ വേറെ ഇപ്പോഴത്തെ പോലെയല്ല, പണ്ട് അത് ഇവരുടെ ഇമോഷൻ മാത്രം ഡെലിവർ ചെയ്യാനല്ല നമ്മൾ കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ ആൾക്കാർ കടന്നു പോകുന്നുണ്ട്, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിനകത്ത്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ടോ ആ കുടുംബം എങ്ങനെയെങ്കിലും കുറച്ചും കൂടി എന്തെങ്കിലും ഒരു വരുമാനം വരട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആ എപ്പിസോഡ് നമ്മൾ കൺസീവ് ചെയ്തത്. അതിനൊരു എത്രയോ എപ്പിസോഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡെല്ലാം. പക്ഷേ ആക്ച്വലി അതൊരു എപ്പിസോഡിലായിരുന്നു, ആക്ച്വലി അത് ലൈഫായിരുന്നു. അവിടെ എന്ത് സംഭവിച്ചു അത് ഞങ്ങൾ പിക്ചറൈസ് ചെയ്തു, അല്ലാണ്ട് അതിനകത്ത് ഒരു ഗിമിക്കോ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയിട്ടില്ല. കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഡെലിവർ ചെയ്തു. നമ്മൾ സ്ട്രോങ് ആയിട്ട് അതിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ കോണ്ടൻ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം അത് സുധിച്ചേട്ടൻ കുറേ സ്റ്റാർ മാജിക്കുള്ളിടത്ത കാലം എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ പറ്റാവുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഇതിന് ഒരുപാട് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, അവരെല്ലാവരും ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാൾ നമ്മൾ ചാരിറ്റി ചെയ്തിട്ട് ഇല്ലെന്ന് പറയുന്നില്ല, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നില്ല അത് എന്തൊക്കെയാണ്. മിമിക്രി താരം സുധിയുടെ ഭാര്യ രേണുവാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ച. രേണുവിന് ക്യാൻസർ ബാധിതയായി ഇപ്പോൾ വിശ്രമത്തിലാണ്, ചികിത്സയിലുമാണ്. ഇപ്പോൾ രേണുവിനെ കുറിച്ചും അന്നത്തെ രാത്രിയിൽ സുധി മരണപ്പെട്ട ദിവസം സംഭവിച്ചതിനെ കുറിച്ചും പറയുകയാണ് നമ്മുടെ സ്റ്റാർ മാജിക്കിലെ സ്വന്തം അനൂപ് ജോൺ. അനൂപ് ജോൺ പറയുന്നത്, അന്ന് ശരിക്കും പറഞ്ഞാൽ ആ സംഭവം നടക്കുമ്പോൾ സുധിയുമായി ആദ്യം നേരിട്ട് സംസാരിച്ചു എന്നും പിന്നീട് സുധി മരണപ്പെട്ടു എന്നാണ് അറിയുന്നത്. ആദ്യം ഒരു കുഴപ്പവുമില്ല എന്നാണ് കരുതിയത്. കാരണം സുധി ഭയങ്കരമായ ഒരു വലിയൊരു കലാകാരനാണ്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ കലാകാരനാണ്. എന്നാൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും കടം വന്നത് എന്ന അതിശയത്തോടെയാണ് അനൂപ് പറയുന്നത്. തങ്ങൾ ഒരുപാട് ശ്രമിച്ചു അവരെ സഹായിക്കാനെന്നും രേണു സുധി ഒരുപാട് ജോലികൾ വേണ്ട എന്ന് വെച്ചുമെന്നും അനൂപ് പറയുന്നുണ്ട്. കിച്ചുവാണ് തന്നെ ഏറ്റവും അധികം, അച്ഛനിങ്ങനെ അപകടം പറ്റിയെന്നറിഞ്ഞപ്പോൾ തന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നത് കിച്ചുവാണ് എന്നാണ് അനൂപ് ജോൺ പറയുന്നത്. എന്നാൽ അവസാന സമയത്തൊക്കെ, അവസാനം ഈ സുധി മരിക്കുന്നതിൻ്റെ ആ ഒരു അവസാന സമയത്തൊക്കെ കിച്ചുവാണ് സുധിക്കൊപ്പം ഡ്രൈവ് ചെയ്ത് ചെല്ലുന്നതും കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ട് വരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലൊരു വലിയ ആത്മബന്ധമുണ്ട്. കിച്ചുവിനെ അമ്മ ഉപേക്ഷിച്ച ശേഷം നോക്കിയത് മുഴുവൻ സുധിയാണ്. അച്ഛൻ മകൻ ആത്മബന്ധം ഇവർ തമ്മിൽ വലിയ രീതിക്കുണ്ട്. എന്നാൽ സുധിയുടെ മരണത്തെക്കുറിച്ച് എന്താണ് കിച്ചുവിനോട് പറയുക എന്നാണ് താൻ അതിശയിച്ചത്. താൻ ഏറെ വേദനിച്ചത് ആ കാര്യത്തിലാണെന്നാണ് അനൂപ് ജോൺ പറയുന്നത്.